ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മീനൂട്ടെന്ന് പറഞ്ഞിട്ടൊരു ആചാരമാണ് കേട്ടോ. ഒരു ഗ്രാമത്തിലെ ആളുകളുടെ ഒരു വിശ്വാസം. 365 ദിവസം കടലിൽ പോയി മീൻ പിടിച്ചിട്ട് ഒരു ദിവസം അവർ മീനിന് ഫുഡ് കൊടുക്കാനായിട്ട് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് ഫുഡൊക്കെ ആയിട്ട് പോകുന്ന ഒരു ചടങ്ങാണിത്. അന്നത്തെ ദിവസം മീൻ പിടിക്കാനായിട്ട് ഒരു ബോട്ട് പോലും കടലിൽ പോകില്ല. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങൾ ആ ബോട്ടിൽ അതിൽ ജോലി ചെയ്യുന്നവരും ഇതുപോലെ ഇപ്പം എന്നെപ്പോലെ കാണാൻ വരുന്നവരും അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാവും. ശരിക്കും അതൊരു കാണാൻ രസമുള്ള ഒരു ആചാരമാണ്. നമ്മൾ കടലിലൂടെ ആ ബോട്ടിൽ പോയി മീനിന് ഫുഡ് കൊടുക്കുന്നത് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് ആ പൂജിച്ച ഫുഡാണ്. ഒരുപാട് ആളുകൾ എല്ലാ വെള്ളത്തിലും തിങ്ങി നിറഞ്ഞ ആളുണ്ടാവും. കൊമ്പത്തിരിക്കുന്ന പയ്യനെ നോക്കി. ഇതുപോലെ ചെറിയ വള്ളങ്ങളുണ്ടാവും. വള്ളത്തിൻ്റെ സൈസ് അല്ല, ബോട്ടിൻ്റെ സൈസ് നോക്കി, നല്ല വലിപ്പമുണ്ട്. ഇതുപോലൊരു ബോട്ട് ഇറക്കാൻ ഏകദേശം ഒരു 1 CR വരുമെന്നാണ് കേട്ടുകേൾവി. കറക്റ്റ് കോസ്റ്റ് അറിയില്ല, നമ്മൾ കേട്ടേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ എല്ലാ ബോട്ടിലും ഇതുപോലെ പാട്ടൊക്കെ വെച്ച് പിള്ളേരെല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്താണ് ഈ പരിപാടിക്ക് പോകുന്നത്. നോക്കി എല്ലാ ബോട്ടിൻ്റെ സൈസ് നോക്കി. സിന്ധു മറ്റേ കൊമ്പനൊക്കെ കയറി വരുന്ന പോലെ സൈസ് ചെറുതാണെങ്കിലും ആ ഫ്രെയിം കാണാൻ നല്ല രസമുണ്ട്. ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അജിയണം ഫുള്ള് കവർ ചെയ്യാണ്. അത് നോക്കിയേ, എന്ത് വിലയുള്ളൊരു ഇതാണല്ലേ, ആൻറ്റിക് പീസ് പോലെ കിടന്ന്. ഞാൻ ചർച്ച ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതുവരെ ഈ റൂട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും, ഇതുവരെ കാണാനായിട്ട് വന്നിട്ടില്ല. എന്താ അല്ലേ ഫ്രെയിം. ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. ഇതിവിടെ ഒരു പാർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വലിയഴിക്ക്. ഇതാണ് ഗൈസ് വലിയഴിക്കൽ പാലം. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ആലപ്പുഴ ബോർഡറിലാണ്. നമ്മുടെ കടലും കായലുമായിട്ട് ജോയിൻ്റ് ആവുന്ന പുഴയുടെ അവിടെ. ഇതിപ്പോൾ ഈ വള്ളങ്ങളെല്ലാം ഇങ്ങനെ കായലിൽ നിന്ന് കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഏകദേശം പുഴയുടെ പുഴയിലെത്തി. നമ്മളിതാ വലിയഴിക്കൽ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കടലിലേക്ക് എൻട്രി ആവുകയാണ്. ഇതാ നമ്മൾ കടലിൻ്റെ സൈഡിലേക്ക് എത്തി. എന്ത് രസമല്ലേ ഫ്രെയിം കാണാൻ. ഭയങ്കര ഫീലാണ്. നമ്മൾ നോർമലി പാലത്തിൽ നിന്നാണ് ഇങ്ങോട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പം ഇത് കടലിലെ വ്യൂ നോക്കി. ആ കടലിൻ്റെ ഓളത്തിൽ ബോട്ട് ഇങ്ങനെ അനങ്ങുന്ന എന്ത് രസമല്ലേ. ആ ഫ്രെയിം നോക്കി, എന്ത് രസമല്ലേ. ശരിക്കും നമ്മൾ ഇത്രയും നാൾ കരയിൽ നിന്ന് കടൽ കണ്ട് ഇപ്പം കടലിൽ നിന്ന് കരയിലേക്കുള്ള വ്യൂ, അതും പ്രത്യേക ഒരു ഫീലാണ്. അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്ത് രസമല്ലേ വ്യൂ ആണ്. അങ്ങനെ കടലിൽ നിന്ന് കരയും കണ്ടു. നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ
കരയിൽ നിന്ന് മാറിയിട്ടാണ് കടലിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ടില്ല. കാരണം ഇതാ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ആ പൂജിച്ച ചോറ് കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും. പറവകൾ എന്തൊരു കൊക്ക്. ആ എഞ്ചിൻ്റെ ആ ഒരു ഫോഴ്സ് നോക്കി. എന്താല്ലേ ആ കൊക്കെല്ലാം കൂടെ ആ ഫ്രെയിമിലേക്ക് വന്നിട്ട് എല്ലാവരും ഭയങ്കര കൗതുകത്തോടെ വ്യൂ ആസ്വദിച്ചിരിക്കുകയാണ്. എന്താ ആ ബോട്ട് നിറച്ച ആളാണ്. അജിയണ്ണം ആദ്യമായിട്ടാണ് ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കവർ ചെയ്യാണ്. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഇതിങ്ങനെ കറങ്ങി നമ്മളിൽ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന പോലെയാണ് കടലിൽ ഒരു ബോട്ട് ഇട്ട് ഓടിക്കുന്നത്. ഇതുണ്ട് മറ്റേ ആ കളർ സാധനം പൊട്ടിച്ചിട്ട് ഒക്കെ കൊക്കും പരുന്തെല്ലാം കൂടെ ഇതിനിങ്ങനെ വട്ടം വെക്കുന്ന. അജിയണ്ണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. എന്ത് നോക്കി ഇഷ്ടം പോലെ കൊക്കും പരുന്തും കൂടെ അങ്ങ് മൂടി അതിൻ്റെ അവിടെ. കണ്ട ആ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആളിനെ നോക്കി. ഇത് വല നനയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ജസ്റ്റ് മീൻ പിടിക്കില്ല, ജസ്റ്റ് വല നനയ്ക്കത്തേ ഉള്ളൂ ഇന്നത്തെ ചടങ്ങിന് വേണ്ടിയിട്ട്. എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. അതാ ഓളത്തിലിങ്ങനെ ആടുന്ന കാണാൻ എന്ത് രസമല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ആ പരുന്തും കൊക്കും കൂടെ ഒക്കെ വന്നിട്ട് ആയി ഭയങ്കര രസമുള്ള ഫ്രെയിം. ഇതൊക്കെ ഒരു തനിയെ റീല് മാത്രമായിട്ട് ഇടാം. അതും നല്ല രസമുണ്ടല്ലേ. അവൻ ആ കളർ സാധനം പൊട്ടിച്ചിട്ട് പിള്ളേരെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. നോക്കി ഇവര് കടലിലേക്ക് ചാടാൻ നിൽക്കണം ആ വലയും കൊണ്ട്, വല നനയ്ക്കാനായിട്ട്. എല്ലാ വെള്ള ബോട്ടിലും ഇതുപോലെ ആൾ നിൽപ്പുണ്ടാവും. ഡ്രിഫ്റ്റ് ചെയ്യുന്നു. ഇതാ ചാടി. ഇതിപ്പം മീൻ പിടിക്കാനല്ല, ജസ്റ്റ് വല നനയ്ക്കാൻ വേണ്ടിയിട്ട് ചാടിയത്. ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് വലിച്ചു കയറ്റുകയാണ്. എൻ്റെ ഇടയ്ക്ക് അമ്മ ഫുൾ അങ്ങനെ പരിപാടി കഴിഞ്ഞ ഗൈസ്. ഇനി എല്ലാവരും തിരിച്ച് ആ അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാണ്. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുരുകൻ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ്, ആയിരന്തെങ്ങുള്ള മുരുകൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. അപ്പം ഇനിയിപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഇറങ്ങും. ഇന്ന് അവിടുത്തെ 9ാം ഉത്സവമാണ്. ആ സമയത്താണ് ഇത് നടക്കുന്നത്. എന്താലേ ഫീല്. ദേവൻ ആ പേരിനനുസരിച്ചുള്ള ഒരു പറക്കാണ്. കാമ്പുഴ അമ്മ
അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബടൻ. എന്തായാലും ഇതൊരു അടിപൊളി കാഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ തിരിച്ച് അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. പക്ഷെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ബായ്.